ഓക്കെ, അപ്പോൾ കഴിഞ്ഞ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 30K PC ബിൽഡ് വേണോ അതോ 60K PC ബിൽഡ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആദ്യം 30K PC ബിൽഡാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് 60K PC ബിൽഡായി മാറി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ 30K PC ബിൽഡും അതുപോലെ തന്നെ 60K PC ബിൽഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60K PC ബിൽഡ് കാണണമെന്നുള്ളൊരു പാർട്ട് 2 സ്കിപ്പ് ചെയ്തോളൂ. 60K PC ബിൽഡ് പാർട്ട് 2ലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 30K PC ബിൽഡിൽ ഇതൊരു വളരെയധികം ഫ്ലെക്സിബിൾ ആയ ഒരു PC ബിൽഡാണ്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഹയർ എൻഡ് അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ഗെയിമിങ്ങും അതുപോലെ തന്നെ കിടിലൻ സ്ട്രീമിംഗ് PC ആക്കി മാറ്റാൻ പറ്റിയ ഒരു ബിൽഡ് തന്നെയാണ് ഈ ഒരു 30,000 രൂപയ്ക്ക് ബിൽഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് വളരെയധികം ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉള്ള ഒരു PC ആണ്. അപ്പോൾ ആ ഒരു അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു PC ബിൽഡിന് യൂസ് ചെയ്യാവുന്ന പാർട്സ് എന്തൊക്കെയാണ്. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു PC ബിൽഡിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഒരു APU ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. AMDയുടെ Ryzen 5 4650G Pro എന്ന് പറയുന്ന ഒരു APU ആണ്. ഇതിനകത്ത് 6 കോറും 12 ത്രെഡുമാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി വരുന്നത് 3.7 GHz, ടെർബോ വരുന്നത് 4.20 GHz ആണ്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് AMD Radeon Vega 7 ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇപ്പോൾ GT 1030 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആയിട്ട് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു APU നിന്ന് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഡുവൽ റാം യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടത്തുള്ളൂ. സോ അടുത്ത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗാലക്സിൻ്റെ B550M മദർ ബോർഡാണ്. ഇതിനകത്ത് 2 റാം സ്ലോട്ടും ഒരു M.2 NVMe സ്ലോട്ടുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് VGA സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ HDMI സപ്പോർട്ട് വരുന്നുണ്ട്, DVI സപ്പോർട്ടും വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം 3.2 USB പോർട്സും ഈ ഒരു മദർ ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് കിട്ടാവുന്ന ഒരു കിടിലൻ മദർ ബോർഡ് തന്നെയാണിത്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നില്ല, അതിന് വേണ്ടി നമുക്ക് വൈഫൈ കാർഡ് യൂസ് ചെയ്യുന്നതിന് PCIയുടെ വൈഫൈ കാർഡ് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് ADATA XPG Gamixൻ്റെ 3200 MHz 8GB DDR4 റാം ആണ്. അപ്പോൾ നമ്മളിവിടെ സിംഗിൾ റാം സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാര്യം നമുക്ക് 30,000 രൂപയുടെ ബഡ്ജറ്റ് തന്നെ നിർത്തണം എന്നുള്ളത് കൊണ്ട്. സോ അടുത്ത നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് WDയുടെ SN550 എന്ന് പറയുന്ന ഒരു M.2 NVMe ആണ് യൂസ് ചെയ്യുന്നത്. 500 GB M.2 NVMe ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 2400 1750 MB ആണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഒരു കിടിലം M.2 NVMe തന്നെ. സോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ആൻടെക് ആറ്റത്തിൻ്റെ 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ 550 വാട്ടെങ്കിലും മിനിമം എടുത്തിരിക്കണം. കാര്യം നമുക്ക് ഈ ഒരു PC ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. സോ അടുത്തതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ICE 130 AG എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് ഫ്രണ്ടിൽ LED സ്ട്രിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റെയർ ഫാൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് RGB അല്ല, നോൺ RGB ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ 8 RGB ഫാൻസ് വരെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെയധികം എയർ ഫ്ലോയ്ക്ക് നമുക്ക് പറ്റിയ ഒരു ക്യാബിനറ്റ്, നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി കൂടി നോക്കിയിട്ടുള്ള ഒരു ക്യാബിനറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു PC നമുക്കിപ്പോൾ GTA 5 ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8GB റാമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 8GB റാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് GTA 5 4650G എന്ന് പറയുന്ന APUവിൽ നമുക്ക് മാക്സിമം 30 FPS മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ മിക്ക ഗെയിംസ് നമുക്ക് ബിലോ 50 FPS ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നമുക്ക് മിക്ക 1080p ലോ സെറ്റിംഗ്സിൽ GTA 5 നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ് 8GB റാം യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ നിങ്ങളൊരു 8GB റാം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എബവ് 50 FPS GTA 5 കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റോൾ പ്ലേയും കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ ഈ ഒരു PCയുടെ ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രൊസസ്സർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ നമുക്ക് AMDയുടെ Ryzen 5 5600X എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പവർഫുൾ ആയ ഒരു പ്രൊസസ്സർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 8GB റാം ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അഡീഷണൽ SSD, അതായത് നോർമൽ SSD വേണമെങ്കിൽ ആഡ് ചെയ്യാം. M.2 അല്ല, നോർമൽ SSD വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. മദർ ബോർഡ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് പവർ സപ്ലൈയും 550 എടുത്തുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് RTX 3050 അല്ലെങ്കിൽ 3060 ഗ്രാഫിക്സ് കാർഡ് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 എബോവ് ഈ ഒരു PC വരുന്നതായിരിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30K ബിൽഡ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു PC ഈ പറഞ്ഞ ഓപ്ഷൻസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പവർഫുൾ ആയ ഒരു PC ആയി മാറുന്നതായിരിക്കും. സോ അടുത്ത നമ്മൾ 60K PC ബിൽഡാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു PC എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ വളരെയധികം വാല്യുബിൾ ആയ ഒരു PC തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് റോൾ പ്ലേ, GTA 5 റോൾ പ്ലേ കളിക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്ങും സ്ട്രീമിങ്ങും വളരെയധികം എഡിറ്റിങ്ങും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു PC തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് Intel's 12th ജനറേഷൻ i3 12100F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് 4 കോറും 8 ത്രെഡുമാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി വരുന്നത് 3.30 GHz, ടെർബോ വരുന്നത് 4.30 GHz ആണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ബെഞ്ച് മാർക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും Intel's i5 10th ജനറേഷനെക്കാളും ഈ ഒരു പ്രൊസസ്സർ
മിക്ക ഏരിയയിലും പെർഫോം ചെയ്യുന്നതായിരിക്കും. ഗെയിമിങ്ങിൽ എന്തായാലും i5 10400-നെക്കാളും പെർഫോം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചില കൂടുതൽ മിക്ക ഏരിയസിലും എഡിറ്റിങ്ങിലും i5 10400-നെക്കാളും i3 12th ജനറേഷൻ ഈ ഒരു പ്രൊസസ്സർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെടുക്കുന്നേക്കാളും എന്തുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു പ്രൊസസ്സർ എടുക്കുന്നത് തന്നെയാണ്. സോ അടുത്ത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ ഗിഗാബൈറ്റിന്റെ B660 ഗെയിമിംഗ് AC എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഗിഗാബൈറ്റിന്റെ മിക്ക മദർ ബോർഡ്സിലും നമുക്ക് കിട്ടുന്ന കണക്ക് തന്നെ RGB ഫ്യൂഷൻ സപ്പോർട്ട് കൂടി നമുക്ക് ഈ ഒരു മദർ ബോർഡിൽ കിട്ടുന്നുണ്ട്. സോ അടുത്ത ഈ ഒരു PC-ക്കകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന RAM എന്ന് പറയുന്നത് ടീം ഗ്രൂപ്പിന്റെ T-Force Delta ടഫ് ഗെയിമിങ്ങിന്റെ ഒരു RGB RAM ആണ്. അപ്പോൾ നമ്മളുടെ 2 8GB സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. RGB RAM ആണ്. 8GB DDR4 3200 MHz-ന്റെ 2 RAM സ്റ്റിക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് RGB എഫക്ട്സ് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ സ്റ്റോറേജ് ആഡ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ADD XPG Gamixന്റെ 256GB M.2 NVMe ആണ്. ഇതിന്റെ റീഡ് ആൻഡ് റൈറ്റ്സ് വരുന്നത് 2100 1500 MB ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും 256GB സഫീഷ്യൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 1TB ഹാർഡ് ഡിസ്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മിക്ക ഗെയിംസും, അതായത് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1TB ഹാർഡ് ഡിസ്ക് എന്തായാലും കൂടി തീരത്തുള്ളൂ. സോ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ആൻടെക് ആറ്റത്തിന്റെ 550 വാട്ടിന്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. നമുക്ക് ഈ ഒരു ബിൽഡിന് 550 വാട്ട് ധാരാളമായിരിക്കും. അടുത്തതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് NVIDIA GTX 1660 Super 6GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇപ്പോൾ 1660 സൂപ്പറിൻ്റെ പ്രൈസ് ഒക്കെ നേരത്തെ 40,000 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 25,000 എത്തിയിട്ടുണ്ട്. എന്തായാലും 25,000 കൂടുതൽ തന്നെയാണ്. കാര്യം ഇതിൻ്റെ നേരത്തെ പ്രൈസ് എന്ന് പറയുന്നത് 18 to 20 വരെ ആയിരുന്നു. ഒരു 5,000 രൂപ കൂടുതൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെയധികം നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ GTA 5 റോൾ പ്ലേ കളിക്കാനും അതുപോലെ അത് സ്ട്രീം ചെയ്യാനും വളരെയധികം യൂസ്ഫുൾ ആയ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് NVIDIA GTX 1660 സൂപ്പർ എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്തവിടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ആൻടെക്കിൻ്റെ 292 NX 292 എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് 3 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ RGB ഫാൻസ് ഒന്നും അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്ന കാര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് കിട്ടാവുന്ന അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉള്ള ഒരു ക്യാബിനറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു 30Kയിലും 60K ബഡ്ജറ്റിലും നിങ്ങൾക്ക് ഫുൾ PC സെറ്റപ്പ് വീഡിയോ കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് ബൈ.